നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ 9ാമത്തെ ചാപ്റ്ററായ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സിൽ ഒരു മൈക്രോസ്കോപ്പും അതിൻ്റെ പാർട്സും ഏതൊക്കെയാണെന്നുള്ളതും പിന്നെ ആ പാർട്സിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ മൈക്രോസ്കോപ്പും അതിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് തീർത്താലോ. നോക്കിയോളൂ, ഇതാണ് നമുക്ക് തന്നിട്ടില്ലേ. ഇതാണ് ഈ ഒരു മൈക്രോസ്കോപ്പിൻ്റെ പിക്ചറാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. ഇതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടും ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലുള്ളത് ഐ പീസ് ലെൻസ്, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഇതിൻ്റെ അകത്തുണ്ട്. രണ്ടാമത് ബോഡി ട്യൂബാണ്. പിന്നെ ഉള്ളത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. അടുത്തത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസുകൾ 2 ഉണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട്. പിന്നെ സ്റ്റേജ് ക്ലിപ്സ് ഉണ്ട്. ദെൻ അതിൻ്റെ താഴെ സ്റ്റേജ് ഉണ്ട്. അതായത് നമ്മുടെ ആ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, സ്ലൈഡ് വയ്ക്കുന്നതാണ്. ഈ സ്റ്റേജിൽ വയ്ക്കും. പിന്നെ സ്റ്റേജ് ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ഉറപ്പിച്ച് നിർത്തും അല്ലേ സ്ലൈഡിനെ. അതിൻ്റെ താഴെയുള്ളത് ഡയഫ്രം, പിന്നെ ഉള്ളത് മിററുണ്ട്, പിന്നെ ബേസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഐ പീസ് ലെൻസ്. ഐ പീസ് ലെൻസിൻ്റെ ഫങ്ഷൻ എന്താണ്? നോക്കിയോളൂ. ദ ലെൻസ് നിയർ ദ ഐ. നമ്മുടെ ഐ എന്ന് വെച്ചാൽ കണ്ണ് അല്ലെ, കണ്ണിന് സമീപത്തുള്ള ലെൻസാണ് എന്ന് പറയുന്നത് ഈ ഐ പീസ് ലെൻസ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ഐ പീസ് ലെൻസ് അല്ലേ. നമ്മുടെ കണ്ണിൻ്റെ അടുത്തുള്ള ലെൻസ് ആയതുകൊണ്ടാണ് ഐ പീസ് ലെൻസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുള്ളത്. എന്താ അത് ചെയ്യുന്നത്? മാഗ്നിഫൈസ് ദ ഇമേജ് ഫ്രം ദ ഒബ്ജക്റ്റീവ് ലെൻസ് എഗൈൻ. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള ഇമേജിനെ എന്ത് ചെയ്യുന്നു? മാഗ്നിഫൈ ചെയ്യുന്നു, വീണ്ടും വലുതാക്കി കാണിക്കുന്നു. എഗൈൻ എന്ന് വെച്ചാൽ വീണ്ടും അല്ലേ. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമേജിനെ വീണ്ടും മാഗ്നിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വലുതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ പീസ് ലെൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ എന്താണ് ഐ പീസ് ലെൻസിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്? അടുത്തത് ബോഡി ട്യൂബ്. ബോഡി ട്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? കണക്ട്സ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ ഐ പീസ് ലെൻസ്, ട്രാൻസ്മിറ്റ്സ് ലൈറ്റ്. 2 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും കണക്ട് ചെയ്യുന്നു പരസ്പരം. ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ലൈറ്റിനെ കടത്തിവിടുന്നു, പ്രകാശത്തെ കടത്തിവിടുന്നു. ഇത് രണ്ടുമാണ് ബോഡി ട്യൂബിൻ്റെ ഫംഗ്ഷൻ. അടുത്ത മൂന്നാമത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്സ്. അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകൾ എത്ര ഉണ്ട്? 2 ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബും ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബും. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ടു ഫോക്കസ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ ഒബ്ജക്റ്റ് എന്താണോ അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസസ്. ഒബ്ജക്റ്റീവ് ലെൻസസും 2 ഉണ്ട്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? ദ ലെൻസ് നിയർ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനടുത്തുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസ് ലെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനടുത്തുള്ള ലെൻസ് അല്ലേ. കണ്ണിന് സമീപത്തുള്ള ലെൻസ് ഐ പീസ് ലെൻസും ഒബ്ജക്റ്റിന് സമീപത്തുള്ള ലെൻസ് ഒബ്ജക്റ്റീവ് ലെൻസും. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പെർഫോംസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി സാമ്പിൾ. സാമ്പിൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒബ്ജക്റ്റ് തന്നെയാണ് അല്ലേ. ആ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സാമ്പിളിനെ മാഗ്നിഫിക്കേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വലുതാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒബ്ജക്റ്റീവ് ലെൻസ് ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. പെർഫോംസ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി സാമ്പിൾ. സാമ്പിളിനെ മാഗ്നിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വലുതാക്കി കാണിക്കാനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസും ഉപയോഗപ്പെടുത്തുന്നത്. ലെൻസെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് എപ്പോഴും എന്താണ്? മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അടുത്തത് സ്റ്റേജ് ക്ലിപ്സ്. ഏതാണ്? സ്റ്റേജ് ക്ലിപ്പുകൾ. എന്താണ് ഉപയോഗിക്കുന്നത്? ഫിക്സസ് ദ സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ ആ സ്ലൈഡിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേജ് ക്ലിപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫിക്സസ് ദ സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. സ്റ്റേജിൽ സ്ലൈഡിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അടുത്തത് സ്റ്റേജ്. എന്താണ് സ്റ്റേജിൻ്റെ ഫംഗ്ഷൻ? പ്ലാറ്റ്ഫോം. അതൊരു പ്ലാറ്റ്ഫോമാണ്. വെർ ദ സ്ലൈഡ് ഈസ് പ്ലേസ്ഡ് ഫോർ ഒബ്സർവേഷൻ. ഒബ്സർവേഷന് വേണ്ടിയിട്ട്, നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലൈഡ് പ്ലേസ് ചെയ്യുന്നത്, സ്ലൈഡ് വയ്ക്കുന്നത് എവിടെയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം കണ്ടില്ലായിരുന്നോ? ഓക്കെ, അതിൻ്റെ മുകളിലുള്ള 2 ക്ലിപ്പുകളുണ്ട്. അതിനെയാണ് സ്റ്റേജ് ക്ലിപ്സ് എന്ന് പറയുന്നത്. ആ ഫിഗർ നോക്കണം കേട്ടോ. അടുത്തത് ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് റീച്ചിങ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവ്, എമൗണ്ട് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അളവിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. അപ്പോൾ ഡയഫ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നു. എവിടെയുള്ളത്? റീച്ചിങ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് എത്തിച്ചേരുന്ന പ്രകാശത്തിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? ഡയഫ്രം.
അടുത്തത് മിറർ. മിറർ എന്താ ചെയ്യുന്നത്? ഹെൽപ്സ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിലേക്ക് പ്രകാശത്തെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മിറർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശത്തെ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മിറർ. എന്താണ്? ഹെൽപ്സ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ്. ഇനി കണ്ടൻസർ, മറ്റൊരെണ്ണമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. എന്താണ് കണ്ടൻസർ ചെയ്യുന്നത്? ഫോക്കസസ് ലൈറ്റ് ഫ്രം ദ മിറർ ഓൺ ടു ദ ഒബ്ജക്റ്റ്. മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദർപ്പണത്തിൽ നിന്ന് അല്ലേ, മിറർ എന്ന് വെച്ചാൽ ദർപ്പണം, ആ മിററിൽ നിന്നുള്ള ലൈറ്റിനെ ഒബ്ജക്റ്റിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അത് കണ്ടൻസറാണ്. മിററിൽ നിന്നുള്ള ലൈറ്റിനെ കറക്റ്റായിട്ട് ആ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് കണ്ടൻസറാണ്. മനസ്സിലായോ? അതായത് ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ ഒബ്ജക്റ്റിലേക്ക് എത്തിക്കുന്നത് മിററാണ്. ഈ മിററിൽ നിന്നുള്ള ലൈറ്റിനെ കറക്റ്റായിട്ട് ആ ഒബ്ജക്റ്റിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് കണ്ടൻസർ. മനസ്സിലായോ അവ തമ്മിലുള്ള വ്യത്യാസം? അടുത്തത് മലയാളം മീഡിയം നോക്കിയുള്ളൂ. മൈക്രോസ്കോപ്പിന്റെ ഭാഗവും അതിൻ്റെ ധർമ്മവും. ഐ പീസ് ലെൻസ് എന്താണ്? കണ്ണിന് സമീപമുള്ള ലെൻസാണ്. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബത്തെ വീണ്ടും വലുതാക്കുന്നു. അടുത്തത് ബോഡി ട്യൂബ് എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും ബന്ധിപ്പിക്കുന്നു, പ്രകാശത്തെ കടത്തിവിടുന്നു. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് നോബുകൾ, 2 ഉണ്ട്. അവയുടെ ഫംഗ്ഷൻ എന്താണ്? ധർമ്മം എന്താണ്? നിരീക്ഷണ വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസും, അതും 2 ഉണ്ട്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസ്. ഐ പി എസ് ലെൻസ് ആണെങ്കിൽ കണ്ണിന് സമീപമുള്ള ലെൻസ്, ഇത് നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസ്. സാമ്പിളിൻ്റെ പ്രാഥമിക ആവർത്തനം നടത്തുന്നു, അതായത് അതിനെ മാഗ്നിഫൈ ചെയ്യുന്നു. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് എന്താണോ ആ ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നു അല്ലേ, വലുതാക്കി കാണിക്കുന്നു. അതിനെയാണ് പ്രാഥമിക ആവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടത്തുന്ന ആരാണ്? അത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. അടുത്തത് സ്റ്റേജ് ക്ലിപ്പുകൾ. സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ചു നിർത്തുന്നു. സ്റ്റേജ് ആണെങ്കിലോ സ്ലൈഡ് വയ്ക്കുന്ന സ്ഥലം. അടുത്തത് ഡയഫ്രം. എന്താണ് ഡയഫ്രത്തിന്റെ ഫംഗ്ഷൻ? നിരീക്ഷണ വസ്തുവിലേക്ക് എത്തുന്ന പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. അടുത്തത് ദർപ്പണം. ദർപ്പണം എന്താ ചെയ്യുന്നത്? പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. കണ്ടൻസർ ആണെങ്കിലോ ദർപ്പണത്തിൽ നിന്നുള്ള പ്രകാശം സ്ലൈഡിലേക്ക് കേന്ദ്രീകരിക്കുന്നു അല്ലെങ്കിൽ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ പാർട്സും അവയുടെ ഫങ്ഷൻസും അല്ലേ, മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മവും. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ ഓരോ പാർട്ടും മാർക്ക് ചെയ്യാനുള്ള പഠിക്കുക. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും പഠിക്കുക കേട്ടോ. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അതിനെക്കുറിച്ചും. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.